ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വാച്ചസ് ആൻഡ് ഡയൽസ്. ഇന്ന് നമ്മൾ വാച്ച് കഥകളിൽ പറയാൻ പോകുന്നത് നമുക്ക് എവിടെ പോയി വാച്ച് വാങ്ങാം. അതായത് ഒരു 100-200 കോടി രൂപയുടെ വാച്ച് പല ഷോറൂമുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെക്കുന്നു. അത് നമുക്ക് പോയി കാണാം, അത് തൊട്ട് നോക്കാം, അത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാൻ പറ്റുക. ഇത്രയും സൗകര്യമുള്ള ഒരു ലക്ഷറിയസ് മാളിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തോന്നും ഇത് ഏതാ മാളെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ദുബായ് മാൾ തന്നെ, ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ മാള്. അവിടെ 50-ൽ പരം ലക്ഷറി വാച്ചുകളുടെ ഷോറൂം, അതായത് ബൊട്ടിക് അല്ലെങ്കിൽ മൾട്ടി ബ്രാൻഡ് ഷോപ്പുകൾ അവിടെ ഉണ്ട്. ഈ ദുബായ് മാളിൽ പലരും വന്നിട്ടുണ്ടാവും. ഈ മാൾ മുഴുവൻ കണ്ട ആൾക്കാർ വളരെ അപൂർവമായിരിക്കും. എന്താ വെച്ചാൽ അത് മുഴുവനും ഒന്ന് കറങ്ങി നടന്ന് കാണണമെങ്കിൽ തന്നെ ഒരു ദിവസം വേണം. ഇതിൽ പല സ്ഥലത്തെ ആൾക്കാർ വന്നിറങ്ങി അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ട് ബുർജ് ഖലീഫ കണ്ട് ഫൗണ്ടൻ കണ്ട് തിരിച്ചു പോകുന്നവരായിരിക്കും. അവിടെ വന്ന് കണ്ടവർക്കും അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്നവർക്കും കൂടി ആയിട്ട് പറയാം. ഈ ദുബായ് മോളിൽ ഷോപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു 3 ടൈപ്സിലാണ്. ഒന്ന് ബൊട്ടിക്കായിട്ടും മൾട്ടി ബ്രാൻഡായിട്ടും കിയോസ്കായിട്ടും. അതുകൂടാതെ ഈ ദുബായ് മോളിൻ്റെ ഉള്ളിൽ ഫാഷൻ അവന്യൂ എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടുത്തെ ഒരു റോളക്സിന്റെ ഷോറൂം 10,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അതിന്റെ വലിപ്പം. അത് 3 ലെവലിലായിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ മ്യൂസിയം പോലത്തെ ഒരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് ഓടിച്ചെന്ന് അതൊന്നും കാണിച്ചില്ലേ. വാങ്ങാൻ പോകുമ്പോൾ സ്പെഷ്യൽ അപ്പോയിൻമെൻറ്റോട് കൂടി അതൊക്കെ കാണാൻ പറ്റുമോ. ഇങ്ങനെ ഇതൊക്കെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ പോയി കണ്ടിട്ടുള്ളത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ആ വഴിക്ക് ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് സംഭവം എന്ന് മനസ്സിലാകാത്തവരായിരിക്കും കുറേ പേര്. അപ്പോൾ നമ്മൾ ഈ ലക്ഷറി വാച്ചുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ അതിൻ്റെ വ്യത്യസ്തതകൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ മോളുടെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് അൽഫുത്തൈമിൻ്റെ വാച്ച് ഷോറൂമാണ്. ഈ അൽഫുത്തൈം ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. അവർക്ക് സ്വന്തമായിട്ടൊരു വാച്ച് കമ്പനി കൂടി ഉണ്ട്. ഒന്നല്ല 2. അത് ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ മലയാളികൾക്കൊക്കെ ഏറ്റവും പരിചിതമായ വെസ്റ്റാർ എന്ന് പറഞ്ഞ വാച്ച് കമ്പനി അവരുടെയാണ്. അതേപോലെ അവർക്കൊരു സ്വിസ് ബ്രാൻഡും ഉണ്ട്. അവർ മെയിനായിട്ട് ഗ്രാൻഡ് സീക്കോ ആണ് അവരുടെ ഒരു ലക്ഷറി ബ്രാൻഡ് അവർ ഡീൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് റേമൺ വെയിൽ, കാസിയോ, അങ്ങനത്തെ പല ബ്രാൻഡുകളും ഇവിടുന്ന് വാങ്ങാം. ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ കാണുന്നത് റിവോളി. UAE-ലെ 2 മെയിൻ ഡീലേഴ്സാണ് അൽ സിദ്ദിഖി ആൻഡ് റിവോളി. റിവോളിയുടെ മെയിൻ ബ്രാൻഡുകൾ ഉള്ളത് ബ്ലാങ്ക് പേ, ബ്രിഗഡ്, പിന്നെ ഒമേഗ, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡുകൾ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് അവരുടെ ഒരു മൾട്ടി ബ്രാൻഡ് ഷോപ്പാണ് നിങ്ങൾ കാണുന്നത്. ഈ റിവോളി ബ്രാൻഡിൻ്റെ അടുത്ത മൾട്ടി ബ്രാൻഡുള്ള വേറെ കളക്ഷൻസ് ആണ് ലോഞ്ചിൻ, ട്രാഡോ, കോണ്ടിനെൻ്റൽ, ഇങ്ങനത്തെ പല ലക്ഷറി വാച്ചുകളും ഇവരുടെ കടയിൽ വാങ്ങാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മൾ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ആ ടേണിങ് തിരിയും പിന്നെ കാണുന്ന അതൊക്കെയാണ് സെനിത്ത്. ഈ റോളക്സ് അല്ലെങ്കിൽ ബ്രൈറ്റ്ലിംഗ് ആ കാറ്റഗറിയിലുള്ള ഒരു വാച്ചാണ്. ആദ്യം ഓർക്കുക ഞാൻ മഹാത്മാഗാന്ധിനെയാണ്. ബിക്കോസ് മഹാത്മാഗാന്ധിക്ക് ഒരു സെനിത്തിൻ്റെ പോക്കറ്റ് വാച്ച് ഉണ്ടായിരുന്നു. അത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവർക്ക് ഗിഫ്റ്റ് നൽകിയതാണ് അത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ ഒരു സെലിബ്രിറ്റീസ് യൂസ്ഡ് ലിസ്റ്റിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. സെനിത്ത് വാച്ചിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. സെനിത്ത് വാച്ചിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാച്ച് മൂവ്മെൻ്റ് പറഞ്ഞാൽ എൽ പ്രിമോറോ ഏറ്റവും ആദ്യമായിട്ട് ഉണ്ടാക്കപ്പെട്ട ഓട്ടോമാറ്റിക് ക്രോണോഗ്രാഫ് മൂവ്മെൻറ്റിൽ പെട്ടതാണിത്. ഇതും റോളക്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എത്തുന്ന സ്ഥലമാണ് ഒമേഗ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാച്ചാണ്. ഒമേഗയ്ക്ക് ഇവിടെ 2 ഷോറൂം ഉണ്ട്. ഇത് അവരുടെ ഒരു നോർമൽ ബൊട്ടീക്കാണ്. ഒമേഗയുടെ പ്രധാനപ്പെട്ട മോഡൽസ് പറയുമ്പോൾ സ്പീഡ് മാസ്റ്റർ, സീ മാസ്റ്റർ, പിന്നെ കോൺസ്റ്റലേഷനെ പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. 60 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു മോഡലാണ് കോൺസ്റ്റലേഷൻ. ജെറാൾഡ് ജെൻഡർ ഡിസൈൻ ചെയ്തത്. സീ മാസ്റ്റർ നേവി പർപ്പസ്, അതായത് പല ഇൻസ്ട്രുമെൻ്റ് വാച്ചായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സ്പീഡ് മാസ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നാസ ഉപയോഗിക്കുന്ന ഒഫീഷ്യൽ വാച്ചാണ്. അപ്പോൾ അവരുടെ അപ്പോളോ മിഷൻസിലും പിന്നെ എല്ലാ സ്പേസ് മിഷനിലും ഒഫീഷ്യലായി ഉപയോഗിക്കുന്ന വാച്ചാണ് സ്പീഡ് മാസ്റ്റർ. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റയാഡോ വാച്ചാണ് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പരിചയമുള്ള വാച്ച്. റയാഡോയുടെ ബൊട്ടിക്കായിട്ട് റയാഡോ വാച്ച് മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. റയാഡോയുടെ മെയിൻ മോഡൽസ്
നമുക്കെല്ലാം പരിചയമുള്ള ഡയാസ്റ്റർ ഒറിജിനൽ, പിന്നെ ഇപ്പോൾ ഉള്ള സെൻട്രിക്സ്, പിന്നെ സ്ക്വയർ മോഡൽസ്, അങ്ങനെ ഒരുപാട് വാച്ചുകൾ മലയാളികൾക്ക് പരിചിതമായത് ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് കെട്ടി നോക്കി വാങ്ങാവുന്നതാണ്. പിന്നെ അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ് ക്യാപ്റ്റൻ ബ്രൂക്ക്. ഇത് പഴയൊരു മോഡലാണ്, അവർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഋതിക് റോഷനാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. അതും അവരുടെ ഒരു ടോപ്പ് മോഡലാണ്. അടുത്തത് ഒരു അൾട്രാ ലക്ഷറി മോഡലാണ് ബ്ലാങ്ക്. ഒരു വലിയ ഹിസ്റ്ററി തന്നെയുള്ള 200 വർഷം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ് ഈ ബ്ലാങ്ക്. അത് അവരുടെ ഒരു 50 ഫാൻഡം എന്ന് പറഞ്ഞ മോഡലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഫ്രാങ്ക് മുള്ളർ. ഇത് ഒരു യങ് ലക്ഷറി വാച്ചാണ്. അതായത് വളരെ ഹിസ്റ്ററി ഒന്നും പറയാനില്ല അധികം. നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിച്ചാർഡ് മില്ലയുടെ ഒരു ഷേപ്പിലൊക്കെ ഉള്ള ഒരു വാച്ചാണ്. നമ്മളിവിടുന്ന് നേരെ നടക്കുമ്പോൾ എത്തുന്നത് ഒരു ആട്രിയം എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് കാണുന്നത് കാർട്ടിയറാണ്. കാർട്ടിയറിൻ്റെ ഏറ്റവും വലിയ ഷോപ്പാണ് ഇവിടെ ഉള്ളത്. ഇത് മൾട്ടി ആക്സസറീസ് ആണ് അവിടെ ഉള്ളത്. അതായത് വാച്ച് മാത്രമല്ല, അവരുടെ കാർട്ടിയറിൻ്റെ ബാഗ്, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ കാർട്ടിയറിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണ്ടല്ലോ. മോഹൻലാൽ ഫേമസ് ആക്കിയ വാച്ച് ഊരി കൊടുത്തിട്ട് ഇത് കാർട്ടിയറാണ് എന്ന് പറയുന്ന ആ ബ്രാൻഡാണിത്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇത് നിങ്ങൾക്ക് കാണാം ബൾഗറി. അതും ഒരു മൾട്ടി പ്രോഡക്ട്സ് ഉള്ള ഒരു ബ്രാൻഡാണ്. നെക്സ്റ്റ് കാണുന്നത് ചോപ്പാഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. മൾട്ടി പ്രോഡക്ട്സുകളുള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റോളക്സിൻ്റെ ഒരു ചെറിയ ഷോറൂമാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ബ്രിഗട്ട്. ഇത് ഒരു 200 വർഷം പഴക്കമുള്ള വാച്ച് കമ്പനിയാണ്. ഇതിൻ്റെ സ്ഥാപകനാണ് ആദ്യമായിട്ട് ഒരു റിസ്റ്റ് വാച്ച് ഉണ്ടാക്കിയത്. അതേപോലെ ഒരു ഓട്ടോമാറ്റിക് വാച്ച് മൂവ്മെൻറ്റും സെറ്റപ്പ് ചെയ്തത് ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബ്രിഗട്ടാണ്. ബ്രിഗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ സ്പോൺസർഷിപ്പിൻ്റെ കാര്യം, ഇത് ഒമേഗയുടെ ഒരു ക്ലോക്കാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ പോയി മാളിൻ്റെ പല സ്ഥലത്തും ഇങ്ങനത്തെ ക്ലോക്ക് ഇരിക്കുന്നത് കാണാം. നെക്സ്റ്റ് കാണുന്നത് പാറ്റക് ഫിലിപ്പ്. ഈ ടോപ്പ് 3 വാച്ചസ് പറഞ്ഞില്ലേ അൾട്രാ ലക്ഷറി വാച്ച്, പാറ്റക് ഫിലിപ്പ്, ഓഡ്മർ, പീഗെ, വാൻസ്ട്രം, മോൺസ്റ്റർ, അതിലത്തെ പാറ്റക് ഫിലിപ്പാണിത്. ഇതിൻ്റെ വാച്ചുകൾക്കൊക്കെ മിനിമം 10 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. ഈ കമ്പനിയും ഒരു 150-190 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ്. ഇതിനു മുമ്പ് ഇവിടെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ടാഗ് ഗർ. ഇന്ത്യക്കാർക്ക് നന്നായി പരിചയമുള്ള ഒരു ബ്രാൻഡാണ്. ഷാറുഖ് ഖാനാണ് ഇതിൻ്റെ അംബാസഡർ. അടുത്ത് നിങ്ങൾ കാണുന്ന വാച്ചിന് ഹെബ്ലോ വാച്ച് ഒരു യങ് വാച്ച് കമ്പനിയാണ്. അതായത് 10-40 വർഷമേ പഴക്കമുള്ളൂ. ഈ പറഞ്ഞ മാതിരി അവരുടെ ഫ്യൂഷൻ വാച്ചുകളൊക്കെ വളരെ ഫേമസ് ആണ്. നിങ്ങൾ ഇന്റർനാഷണൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെയൊക്കെ സ്പോൺസർ ഹെബ്ലോ വാച്ചായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റിൽ നിങ്ങൾക്ക് ലോഞ്ചിൻസ് കാണാം. അതായത് ചൈനക്കാരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാച്ചാണ് ലോഞ്ചിൻസ് ഒരു ലക്ഷറി വാച്ചാണ്. അതും ഒരു 200 വർഷത്തോളം, ഒരു 190 വർഷത്തോളം പഴക്കമുള്ള ഒരു വാച്ച് കമ്പനിയാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ലോഞ്ചിൻസ്. ഈ വാച്ചുകൾ, ലോഞ്ചിൻസിൻ്റെ പല വാച്ചുകളും ഈ കുതിരപ്പന്തയവും ഹോഴ്സ് റേസ് ഇതുമായി ബന്ധപ്പെട്ട വാച്ചുകളാണ്. നിങ്ങളുടെ ഒരു പരസ്യം നോക്കി കഴിഞ്ഞാൽ മെജോറിറ്റി ഹോഴ്സ് റേസായി ബന്ധപ്പെട്ട പരസ്യങ്ങളും അല്ലെങ്കിൽ ഏവിയേഷനായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങളായിരിക്കും. അങ്ങനെ ഈ സൈഡിലേക്കുള്ള ഈ ഒരു വാക്ക് വേലത്തെ എല്ലാ വാച്ച് കമ്പനികളും കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് ആട്രിയത്തിൽ പോയി അടുത്ത ഡയറക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്ന വാച്ച് മോൺബ്ലാങ്ക് ആണ്. ഒരു സ്വിസ് മെയ്ഡ് വാച്ചാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ നെക്സ്റ്റ് കാണുന്ന വാച്ചാണ് എലാഞ്ച് സോൺയെ. ഇത് ഒരു ജർമ്മൻ കമ്പനിയാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാച്ചുകൾ റിലീസ് ചെയ്യുന്ന കമ്പനിയാണ്. നെക്സ്റ്റ് വാച്ചാണ് JJ ലിക്കോട്ട്. ഇത് നമ്മൾ ഇന്ത്യക്കാരൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ജേജർ ലിക്കോച്ചറിനൊക്കെ എല്ലാ സ്പെല്ലിങ്ങും കൂട്ടിയൊക്കെ വായിക്കും. പക്ഷേ ഇത് ഇവർ പ്രൊനൗൺസ് ചെയ്യുന്നത് JJ ലിക്കോട്ട് എന്നാണ്. ഇത് ഈ വാച്ചിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ വാച്ച് കമ്പനിനെ വാച്ച് മേക്കർ എന്നാണ് പറയുന്നത്. അതായത് ലോകത്തിലെ പല ഫേമസ് ആയിട്ടുള്ള അൾട്രാ ലക്ഷറി വാച്ച് കമ്പനികൾക്കും ഇവർ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുക്കും. ഇവരും ഒരു 200 വർഷത്തോളം പഴക്കമുള്ള
ഒരു ബ്രാൻഡാണ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്നത് ടുഡോറിന് ഫേമസ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിയുന്ന റോളക്സിൻ്റെ ബ്രദറാണ് ടുഡോർ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കാണുന്ന വാച്ച് ബ്രാൻഡാണ് AP ഓൾമാർക്ക് പീക്ക്. ഈ ടോപ്പ് 3-ലെ ഒരാളാണ് ഇയാൾ. ഒരു 150 വർഷത്തോളം പഴക്കമുള്ള ബ്രാൻഡ്. ഒരു റോയൽ ഓക്ക് എന്ന് പറഞ്ഞ ഒരു മോഡൽ. ഈ ലക്ഷറി വാച്ചുകളുടെ കൺസെപ്റ്റ് തന്നെ ഇടിച്ചു തകർത്ത ഒരു ഡിസൈനാണ് ജെറാൾഡ് ജെൻഡ ഡിസൈൻ ചെയ്തത്. സ്റ്റീൽ കൊണ്ടാണ് ഈ ലക്ഷറി വാച്ച് ആദ്യം തന്നെ ഉണ്ടാക്കിയത്. നെക്സ്റ്റ് വാച്ചാണ് ഓഫീസി പെൻഡ്രൈവ്. ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവരുടെ വാച്ച് മോഡൽസ് ഒക്കെ വലിയ വലിയ സൈസുള്ള വാച്ചുകളാണ്. സ്വിസ്മയുടെ ഒരു ഇറ്റാലിയൻകാരൻ തുടങ്ങിയതാണ്. ഈ വാച്ച് ഫേമസ് ആവാൻ മെയിൻ കാരണം ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ സിൽവസ്റ്റർ സ്റ്റലോൺ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്ന വാച്ച് IWC, ഏവിയേഷനായി ബന്ധപ്പെട്ട വാച്ച്. ഇന്റർനാഷണൽ വാച്ച് കമ്പനി എന്നാണ് ഫുൾ നെയിം. സ്വിസ്മയുടെ ആണ്. 150 ഇയേഴ്സോളം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. അത് കഴിഞ്ഞ് കാണുന്നത് വാൻഷറോൺ കോൺസ്റ്റന്റ്. ഈ പറഞ്ഞ പേരും അതെ, വാൻഷറോൺ കോൺസ്റ്റന്റ് എന്നൊക്കെ നമുക്ക് മുഴുവൻ വായിക്കാമെങ്കിലും ഇവ പ്രൊണൗൺസ് ചെയ്യുന്നത് വളരെ ചെറുതായി വാൻഷറോൺ കോൺസ്റ്റന്റ് എന്ന് പറയുള്ളൂ. ഒരു 150 വർഷത്തിലധികം പഴക്കമുള്ള ഒരു അൾട്രാ ലക്ഷറി വാച്ച് മോഡലാണ്. നെക്സ്റ്റ് കാണുന്ന ഈ അൾട്രാ ലക്ഷറി മോഡല് മലയാളികൾക്കൊക്കെ കുറച്ച് പരിചയം ഉണ്ടായിരിക്കാം. റിച്ചാർഡ് മില്ലെ, മോഹൻലാലൊക്കെ കെട്ടി ഫേമസ് ആക്കിയ വാച്ച്. മിനിമം വില 1 കോടി രൂപയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ആദ്യം പറഞ്ഞ 200 കോടിയൊക്കെ ആവാൻ വളരെ നിസ്സാരമായിരിക്കും ഈ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ. 100 വാച്ച് ഉണ്ടായാൽ മതി. ഇവിടുത്തെ അത്രയും വാച്ചൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഡിസ്പ്ലേയിൽ വരുന്ന വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ ഓടിച്ചെന്നാലും അവരെല്ലാ സാധനവും കാണിച്ചു തരില്ല. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളത് റോജർ ഡിബ്യൂസ്. ഇതും ഒരു ഫേമസ് ആയിട്ടുള്ള വാച്ച് കമ്പനിയാണ്. ഇവരുടെ ഡയലിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ഡിസൈൻസ് ആണ്. അതേപോലെ പലതും സ്കെൽറ്റനൈസ്ഡ് വാച്ചസ് ആണ്. ഇത് 1915-20 കാലഘട്ടത്തിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. നെക്സ്റ്റ് കാണുന്നത് ഹൈസെക്. ഇതൊരു യങ് വാച്ച് കമ്പനിയാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസും സ്കെൽറ്റനൈസ്ഡും ആയിട്ടുള്ള ഒരു ബ്ലാക്ക് തീമിലുള്ള വാച്ചുകൾ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അടുത്ത് നിങ്ങൾ ഈ കാണുന്നത് മോൺബ്ലേ വാച്ചിൻ്റെ ഡിസ്പ്ലേകളാണ്. ഈ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വാച്ചുകളാണ് ഈ നേരത്തെ ഇങ്ങനെ വെച്ചേക്കണം നടക്കുന്ന വഴിയിൽ. ഇത് നമ്മൾ നേരെ ഇറങ്ങി താഴത്തെ ഫ്ലോറിലെത്തുമ്പോൾ അവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടുത്തെ ഇന്റേണൽ ആയിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം. ഈ അക്വേറിയം മൊത്തം സ്പോൺസർ ചെയ്തിരുന്നത് മോൺബ്ലേ ആണ്. അവരുടെ 50 ഫാൻ എന്ന് പറഞ്ഞ ഒരു ഡൈവ് വാച്ച് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ഡൈവ് വാച്ച് മോഡലാണത്. ഈ കാണുന്ന ബ്ലാങ്ക്ബേ എന്ന് പറഞ്ഞ മോഡലിന് ഓൾമോസ്റ്റ് 300 ഇയർ ഓൾഡ് ബ്രാൻഡാണത്. ഇപ്പോൾ ഉള്ള അൾട്രാ ലക്ഷറി മോഡൽ വാച്ചുകളിലൊക്കെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ പെടുന്ന ഒരു വാച്ചാണ്. ഇവിടുന്ന് നടന്നുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് കാണുന്ന വാച്ച് ഇതാണ് ഡാനിയൽ വെല്ലിംഗ്ടൺ. ഇതൊരു സ്വീഡിഷ് കമ്പനിയാണ്. ഇവർക്ക് ഓട്ടോമാറ്റിക് മോഡൽസ് ഒന്നുമില്ല. ഭയങ്കര ഡിസൈനർ വാച്ചുകളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് അവർ ചോയ്സ് എന്ന് പറഞ്ഞ മൾട്ടി ബ്രാൻഡ് ഷോപ്പാണ്. ഇത് റിവോളി ഗ്രൂപ്പിൻ്റെയാണ്. ഇതിൽ ലോ ലെവലിലുള്ള വാച്ച് ബ്രാൻഡ്സ് ആണ് അവർ ഡീൽ ചെയ്യുന്നത്. ഈവൻ ടിസോട്ട് ആയാലും ശരി, റൈഡോ ആയാലും ലോഞ്ചിൻസ് ആയാലും അതിൻ്റെ വില കുറഞ്ഞ മോഡലുകളായിരിക്കും അവർ ചോയ്സിൽ ഉണ്ടാവുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കോണ്ടിനെൻ്റൽ, ടോമി ഹിൽഫിഗർ അങ്ങനത്തെ ഡിസൈനർ വാച്ചുകളും ഇത് വാങ്ങാൻ പറ്റും. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് ഡിവിഷൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് G-Shock അവരുടെ ഷോപ്പ് വെച്ചേക്കുന്നത്. ഈ ഷോപ്പ് നിങ്ങൾക്ക് അറിയാം, കാസിയോയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. നമ്മൾ ഹാരി വിൻസ്റ്റൺ ഈ നെക്സ്റ്റ് ഷോപ്പ് കാണുന്നത്. നമ്മളിങ്ങനെ ഇന്ത്യക്കടെ നേരെ ദുബായ് മോളിലെ ഫാഷൻ അവന്യൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാഷൻ അവന്യൂവിൻ്റെ എൻട്രൻസിലുള്ള വലിയൊരു ആട്രിയം. ഇതിൻ്റെ നടുക്കൊരു കോഫി ഷോപ്പാണ്. ഒന്നല്ല രണ്ടെണ്ണമുണ്ട്. ഇതിന് ചുറ്റും ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സുകളാണ്. ഈ പറയുന്ന വെർഷാസെ പറഞ്ഞ പോലത്തെ ബ്രാൻഡുകളുണ്ട്. പിന്നെ പലതരം ലക്ഷറി ഗുഡ്സ് വിൽക്കുന്ന ബ്രാൻഡുകളാണ്. ഇത് സ്ട്രൈറ്റ് നമ്മൾ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഫാഷൻ അവന്യൂ.
ഇതിൽ ഫസ്റ്റ് തന്നെ കാണുന്നത് പിയാഗെ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. പിയാഗെ വളരെ ഫേമസും വില കൂടിയതുമായ ഒരു അൾട്രാ ലക്ഷറി മോഡലാണ്. വാച്ച് സ്വിസ് മെയ്ഡാണ്. നെക്സ്റ്റ് കാണുന്നത് നിങ്ങൾക്കിപ്പോൾ കേട്ട് പരിചയം ഉണ്ടായിരിക്കാം, ജേക്കബ് ആൻഡ് ഗോ, ഒരു അമേരിക്കൻ ബ്രാൻഡാണ്. ജ്വല്ലറാണ് അവർ. ജ്വല്ലർ ആൻഡ് വാച്ച്, അതായത് അവരുടെ ഒരു വാച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു 10-15 ഡയമണ്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ വില 20 കോടി 25 കോടി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CR7, മെസ്സി ഇവരൊക്കെ ഉപയോഗിക്കുന്ന പല വാച്ചുകളും ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഫാഷൻ അവന്യൂ നേരെ നമ്മൾ എൻഡ് ചെയ്യുന്നത് കാർട്ടിയറിൻ്റെയും റോളക്സിൻ്റെയും ഷോറൂമിൻ്റെ അടുത്താണ്. ഈ ഫാഷൻ അവന്യൂൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുന്നത് കാർട്ടിയറിൻ്റെ ഒരു വലിയ 2 ലെവലിലുള്ള ഒരു ഷോറൂമാണ്. ഇതിൻ്റെ ഉള്ളിൽ മൾട്ടി പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് വാച്ച് മാത്രമൊന്നുമല്ല, എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റിൽ കാണുന്നതാണ് ഈ റോളക്സിൻ്റെ 10,000 സ്ക്വയർ ഫീറ്റുള്ള സൂപ്പർ ബോട്ടിക്. 3 ലെവലിലാണ് ഇതുള്ളത്. ഇതിലത്തെ ഒരു ലെവലിൽ അവർ കുറച്ച് പഴയ വാച്ചുകളൊക്കെ വെച്ചൊരു മ്യൂസിയത്തിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് അപ്പോയിൻമെൻറ്റ് വേണം, അത് പ്രൈവറ്റ് റൂംസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങളെ അവിടെ വിളിച്ചിരുത്തി പല മോഡൽസും ഡിസ്പ്ലേ ചെയ്ത് വില അഗ്രി ചെയ്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോയിൻമെൻറ്റ് എടുക്കണം ഇവിടെ വരണമെങ്കിൽ. ചുമ്മാ ഓടി വന്ന് ഉള്ളിൽ കയറി കാണാൻ പറ്റിയ ഈ ഷോറൂമിൽ 3 ലെവലുണ്ട്. റോളക്സിൻ്റെ ഈ ടോപ്പ് ലെവലിലുള്ള എൻട്രൻസിൻ്റെ സൈഡിൽ കാണുന്ന ബ്രാൻഡാണ് ഇപ്പോൾ ബ്രൈറ്റ്ലി. ഈ ഏവിയേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മിലിറ്ററി ഓപ്പറേഷൻസിനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാച്ച് ബ്രാൻഡാണ് ബ്രൈറ്റ്ലി. ഇത് ക്രോസ് ചെയ്ത ഒരു കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പിൻ്റെ അപ്പുറത്ത് FP ജോബ്. നിങ്ങൾക്കറിയാം, അൾട്രാ പ്രീമിയം ഹാൻഡ് മെയ്ഡ് വാച്ചസ് ഒക്കെയാണ് ഇവരുണ്ടാക്കുക. ഒരു വർഷം ഒരു മോഡൽ ചിലപ്പോൾ 10-5 ഉണ്ടാക്കുള്ളൂ. ബുക്കിംഗ് എടുത്തിട്ട് ഉണ്ടാക്കുള്ളൂ ചിലപ്പോൾ. പിന്നെ നെക്സ്റ്റ് കാണുന്നതാണ് ഉല്ലിസൻ എന്ന് പറഞ്ഞ വാച്ച്. അവരും ഒരു 175 വർഷം പഴക്കമുള്ള ഒരു അൾട്രാ ലക്ഷറി മോഡലാണ്. ഇത് കഴിഞ്ഞ് വരുന്നത് ഒമേഗയുടെ 2ാമത്തെ ഷോറൂമാണ് ഫാഷൻ അവന്യൂ ഉള്ളത്. ഒമേഗ നിങ്ങൾക്കറിയാം, 125 years ഒക്കെ ഓൾഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ജെയിംസ് ബോണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാച്ച് ബ്രാൻഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാച്ച് ബ്രാൻഡാണിത്. ഇതോടുകൂടി ഫാഷൻ അവന്യൂള്ള ഈ ഷോപ്പുകൾ കഴിഞ്ഞു. ഇനി പല സ്ഥലങ്ങളിലായിട്ട് ഇവിടെ ടീസോട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബ്രാൻഡുകളുടെ കിയോസ്ക് മോഡൽസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇവിടുന്ന് വാങ്ങിയ ഒരു വാച്ചിനെ പറ്റി പറയാം, അതിൻ്റെ വിശേഷങ്ങൾ പറയാം. പിന്നെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇവിടെ നിന്നാണ് വാച്ചുകൾ വാങ്ങുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ഉത്തരമായിട്ട് ഇത് കരുതുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഏത് ഷോറൂമിൽ വന്ന് നേരെ നിങ്ങൾ വാച്ച് വാങ്ങാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അവർ പറയുന്ന ഒരു റീറ്റെയിൽ പ്രൈസോ അല്ലെങ്കിൽ അതിൽ നിന്നല്ല 5% 10% ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഷോറൂമുകളിലും അല്ലെങ്കിൽ ഷോപ്പുകളിലോ ബോട്ടിക്കിലോ എങ്ങനെ വാച്ച് വാങ്ങാമെന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. വാച്ച് വാങ്ങാനും ഒരു ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.